ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൊല കോമഡി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മഹാകുംഭമേള സൂപ്പർ സ്റ്റാർ വൈറൽ ഗേൾ മൊണാലിസയുടെ കല്യാണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നതിനേക്കാളുപരി CPM നടത്തി കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം. എന്ന് പറഞ്ഞാൽ ആ ചടങ്ങിന് ചുക്കാൻ പിടിച്ചത് 1 വി ശിവൻകുട്ടി, 2 MN ഗോവിന്ദൻ, 3 AA റഹീം. ഇവർ 3 പേരും കൂടാണ് ആ ഒരു ചടങ്ങിന് ചുക്കാൻ പിടിച്ചത്. അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് നമ്മുടെ വി ശിവൻകുട്ടി ആ ഒരു കല്യാണം നടത്തിയത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിനകത്തൊരു മുതലെടുപ്പ് ഉണ്ട്. എന്നാൽ പോലും എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ അതിനെ വേറൊരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇടങ്ങേറ് കടപ്പുണ്ട്. അത് ഞാൻ പറയാം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, 18 തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആധാർ കാർഡും എല്ലാം ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിമാർ, ഈ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച മന്ത്രിമാരും അതുപോലെ തന്നെ ബാക്കി സഖാക്കന്മാരും ഈ പൂജാരി അടക്കം ചിലപ്പം അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. സംഭവം പോക്സോ കേസാണ്. വൻ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, വൻ പ്രശ്നങ്ങൾ. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ കേരള സ്റ്റോറി 3 വകുപ്പ് നമ്മൾ തന്നെ ഇട്ടുകൊടുത്ത അവസ്ഥയായി പോകും. ഇത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കേരളത്തിനെ അപമാനത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പോയ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും CPM സഖാക്കന്മാരും എല്ലാം കൂടെ ബൂംജിക്കാ വാവയായി മൂഞ്ചിത്തെറ്റി തിരിച്ചു വരുന്ന അവസ്ഥയാണ് മിക്കവാറും കാണാനുള്ളത്. ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്ത് ഇവർ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാ ന്യൂസും ഈ പെണ്ണിന്റെ വിവാഹം നല്ല രീതിയിൽ ആഘോഷിച്ചു. എന്നാൽ ഒരു ചാനലുകാരെ മാത്രമേ അതിനകത്ത് ഞാൻ കണ്ടില്ല, ജനൻ TV. എന്നാൽ ഈ ഒരു സംഭവം, ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്നുള്ള ഒരു വാർത്ത അവർ നല്ല രീതിയിൽ തുരുതുരാന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല സ്പിരിറ്റോട് കൂടിയാണ് അവർ ഈ വാർത്ത അവർ കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമറ പള്ളക്കിട്ട് അടിക്കാനുള്ള ഒരു ചാൻസ് ആണല്ലോ, അന്നേരം മുതലാക്കണമല്ലോ. അപ്പം ജനൻ TVക്ക് അത് വന്ന വാർത്ത ഞാനൊന്ന് വെക്കാം ഗൈസ്. അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 100% നിയമലംഘനവും 100% ആചാര ലംഘനവും നടന്നിരുന്ന ഒരു വിവാഹമാണിത്. ഇതനുസരിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ചോദ്യത്തിലെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരുമ്പോൾ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ്. ദേശീയ മാധ്യമങ്ങളായ ടൈംസ് നൗ, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2009 ജനുവരി മാസം 21-ാം തീയതിയാണ് ഈ പെൺകുട്ടി ജനിച്ചത്. കാരണം 2025 ഇതിന്റെ 16-ാം പിറന്നാൾ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കാര്യമാണ് എന്ന്. ഓക്കെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ടീംസ് ആണ് ഇപ്പം ഈ ഒരു വാദവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. പറയുന്ന ഒന്നാമത്തെ കാര്യം, 2025 എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 16-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആണ് ഈ പറയുന്നത്. ആ ഒരു കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഗൈസ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് പറഞ്ഞത് ശരിയാണ്. ആ ഒരു വീഡിയോ ഇതാണ്, മൊണാലിസ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഈ പെണ്ണിന്റെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് അവൈലബിൾ അല്ല. ഇത് വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ചൂണ്ടിയതാണ്. ആ സെയിം ഡേ തന്നെ ജാനുവരി 21-ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2025 ജാനുവരി 21-ന് മൈ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ടുള്ള ആ പെണ്ണ് പോസ്റ്റ് ചെയ്ത സാധനം വേറൊരു അക്കൗണ്ടിൽ. എന്ന് വെച്ചാൽ ഇതിനകത്തും 1,58,000 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ഈ പെണ്ണിന്റെ പേരിൽ കുറെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇടുന്ന അതേ പോസ്റ്റ് അതേ ദിവസം തന്നെ ഇതിനകത്ത് എടുത്ത് ഇടാറുണ്ട്. മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഗൂഗിളിനകത്ത് പ്രത്യേകിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് 2029 ജാനുവരി 21 ഈ പെണ്ണിന്റെ ബർത്ത്ഡേ ആയിട്ട് കാണിക്കുന്നത്. ജാനുവരി 21 ബർത്ത്ഡേ. എന്നാൽ ഇവർ പറയുന്നത് ജാനുവരി 1 ഈ പെണ്ണിന്റെ ബർത്ത് ഡേറ്റ് എന്ന് ഉള്ള രീതിയിലാണ്. നേരത്തെ പറഞ്ഞ വീഡിയോ ഇപ്പൊ നിലവിൽ നമുക്ക് ഈ പെണ്ണിന്റെ അക്കൗണ്ടിൽ കാണാൻ പറ്റത്തില്ല. ആ വീഡിയോ ആ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ പോലീസിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ കല്യാണം ഈ പാർട്ടിക്കാരും ഈ ജനങ്ങളും എല്ലാം കൂടെ ചേർന്ന് നടത്തിയത്. പട്ടി പറ്റുന്ന കേട്ടപ്പോഴേ കയറെടുക്കാൻ നിന്ന് നമ്മുടെ ഏമാമാരെല്ലാം കൂടെ അങ്ങ് നടത്തി. PR വർക്കൊക്കെ നടത്തി നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണല്ലോ. അപ്പൊ തന്നെ പോയിട്ട് താലിയും പണിയിപ്പിച്ച് മാലയും മേടിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് കല്യാണം നടത്തി. രാവിലെ സ്റ്റേഷനിൽ വന്ന പെണ്ണിന്റെ കല്യാണം ഉച്ചയായപ്പോൾ നടത്തി. അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവർ നോക്കിയത്. ഇതിനുശേഷം ഇവർക്ക് പറയുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഈ മറ്റേ ജനൻ TVക്കകത്ത് പുള്ളി പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കാം. ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ജനുവരി ആയപ്പോൾ 17 വയസ്സും 2 മാസവുമായിട്ടുള്ള ഈ കുട്ടിയെ, അതുകൊണ്ട് ഇവർക്കെതിരെ മന്ത്രിയായ ശിവൻകുട്ടി, MP ആയ റഹീം, MLA ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ, ഈ 3 പേർക്കെതിരെയും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും അതുപോലെ തന്നെ ഇന്ന് രാത്രി കഴിഞ്ഞാൽ പോക്സോ കേസും എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും ഇന്ന് രാത്രി കഴിഞ്ഞാൽ പോക്സോ ഇന്ന് രാത്രി ഇന്നവരുടെ ആദിരാത്രിയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഇത് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് വ്യാജമാണെങ്കിൽ മന്ത്രിമാര് പെടും, അത് 100% ഉറപ്പാണ്. കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, ബാക്കി പുള്ളി പറയുന്നത് ആദ്യം നിങ്ങൾ കേക്ക്.
പോക്സോയുടെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. ഒരു പോക്സോ ഒഫൻസ് ചെയ്യാനും മന്ത്രിയും എംപിയും MLA യും സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ശരിയാണെങ്കിൽ എവിടെ പോയി നിൽക്കൂടെ? മാനം കപ്പൽ കയറും, മാനം ഇന്ത്യ മൊത്തം നാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കേരള സ്റ്റോറി 3 കൺഫേം ഇതുകൂടെ ശരിയാണെങ്കിൽ അവന്മാര് പക വീട്ടും. രണ്ടാമത്തെ കാര്യം, കേരളത്തിനെ പറ്റി മോശമായിട്ടാണ് കേരള സ്റ്റോറി വന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ തന്നെ കേരളത്തിനെ ഇത്തരത്തിലുള്ള ലവ് ട്രാപ്പ് ജിഹാദ് ടൂറിസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിക്കണം. ഭരണ നേട്ടമായിട്ട് തന്നെ അതിനെ കാണണം അവരുടെ. കാരണം ഇവരൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് കേരളത്തിൽ നിന്ന് വിവാഹം നടത്താൻ എന്താ സാഹചര്യം ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ DYFI-കാരും അതേപോലെ തന്നെ ചില ഇസ്ലാമിക സംഘടനകളും ഒക്കെ തന്നെ ഈ കേരളം ഇതിന് വളക്കൂറായൊരു മണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇത് വ്യാപകമാവുകയാണ്. പൊന്നെ, അവിടെ നിന്നുള്ള ആരും ഇങ്ങോട്ട് വന്നു കയറല്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതി കേരളത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. എല്ലാവരോടൊപ്പം അവിടെ നിന്ന് വണ്ടി വെള്ളം വിളിച്ച് വരും. കേരളത്തിൽ പോയി കഴിഞ്ഞാൽ CPM നമ്മുടെ കല്യാണം നടത്തി തരും, താലി വരെ ഒരു മേടിച്ച് തരും. ഇങ്ങനെ ഒരു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ്, ഇവരിച്ചിരി ഫേമസ് ആയതിന്റെ പേരിലാണ് മന്ത്രിക്കും MLA ക്കും MP ക്കും ഒക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. PR-ർക്ക് നല്ല രീതിയിൽ അടിച്ചു കയറ്റി വിടാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ കല്യാണത്തിന് മുതിർന്നത്. അല്ലാതെ വേറെ ആരും വണ്ടിയും വെള്ളവും പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ മാതിരി പരിപാടി അവർ ചെയ്തു കൊടുക്കത്തില്ല. ഇത് പക്ക ഈ ഇലക്ഷൻ ഒക്കെ അല്ലയോ, ഒന്നെങ്കിൽ പിന്നെ ഒരു കല്യാണം നടത്തി മതസൗഹാർദ്ദം പിടിച്ചേക്കാന്നും പറഞ്ഞ് അങ്ങ് ചെയ്തു വിട്ടതാണ്. അല്ലാതെ ഇവർക്ക് വലിയ താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മന്ത്രിക്ക് എന്ത് വേറെ പണിയൊന്നും ഇല്ലയോ? രാവിലെ സ്റ്റേഷനിൽ വന്ന പെണ്ണിന്റെ ഉച്ചയ്ക്ക് കല്യാണം നടത്തി കൊടുക്കാൻ, അത് താലി മേടിച്ചു കൊടുക്കുന്നു, മാല മേടിച്ചു കൊടുക്കുന്നു, ഫോട്ടോ അടിച്ചു കൊടുക്കുന്നു, ഈ മാതിരി പരിപാടികളെല്ലാം ചെയ്തു. ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടപ്പോൾ കിടിലമായിട്ടൊക്കെ തോന്നിയെങ്കിലും സീരിയസ്ലി ഇവന്മാർ ഇതിനകത്ത് നല്ല രീതിയിൽ PR കളി കളിച്ചിട്ടുണ്ട്. അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്. കളിച്ച കളി ഇപ്പം തിരിച്ചടിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് 18 വയസ്സ് ഈ പെണ്ണിന് തികഞ്ഞിട്ടില്ലെങ്കിലും മന്ത്രിമാരും MPമാരും ബാക്കിയുള്ള കടച്ചാതി എല്ലാ ഐറ്റംസും പൂജാരി അടക്കം ബൂം ചിക്ക വാവ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കൂടാതെ ഈ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ഒരു വീട്ടിൽ കാണിക്കും. ഒരു മിനിറ്റ്, ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇതൊക്കെ കാണേണ്ട കാര്യങ്ങളാണ്. കൽബിനകമേ മഞ്ചിനകമേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ടുണ്ട്. നാണ്ട നിലവിളക്കം കൊടുത്ത് കയറ്റുവാണ് അകത്തോട്ട്. എന്റെ പൊന്നു ചേച്ചി, പോക്സോ ആണെങ്കിൽ ഇന്ന് ആദ്യരാത്രി കഴിയുമ്പോഴത്തേക്ക് ആ വിളക്ക് കൊടുത്ത് വിട്ട ചേച്ചി പെടും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാണ്ട വിളക്കം കൊടുത്ത് ഇത് ആരുടെ വീടാ ഇതൊക്കെ? അവര് പോലും വിചാരിച്ചില്ല ഇത്രയും സൗഭാഗ്യങ്ങൾ അവർക്ക് കിട്ടുമെന്ന്. ഇത് ഏതോ CPM-കാരന്റെ വീടാന്ന് തോന്നുന്നു. ഇനി അടുത്ത വീഡിയോ ഇത് കണ്ടോ, ഇതിവിടെ കണ്ടോ? കൃഷ്ണനെ തൊട്ട് തൊഴുന്നതാണ്. ഇപ്പൊ അവനും വന്ന് തൊട്ട് തൊഴും. അവൻ ആരാന്ന് പോലും അറിയത്തില്ലത്. എന്തായാലും തൊട്ട് തൊഴുതിട്ടുണ്ട്. അവളും തൊട്ട് എന്നാ പിന്നെ ഞാനും തൊട്ട് തൊഴുക. അവൻ എന്തോ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുക കേട്ടോ. എന്താണ് എന്തോ ഹിന്ദി പോലും അറിയത്തില്ല. ഇത് എങ്ങനെ മാനേജ് ചെയ്യുമോ എന്തോ. ഇനി അടുത്ത വീഡിയോ, അയ്യോ, ഈ വിളക്ക് കൊടുത്ത് വീടിന്റെ അകത്തോട്ട് കയറ്റുന്ന ഒരു അമ്മൂമ്മ വന്ന് കാലേ ഒഴിയുന്ന വീഡിയോ ഉണ്ട്. അതോടെ കണ്ടോ, കാലേ ഒഴിഞ്ഞ കലയൊക്കെ തൊട്ട് തൊഴുന്ന് നന്നായി വരട്ടെ. അമ്മൂമ്മയെ ബോക്സ് ഓഫീസിൽ പെടും കേട്ടോ. എന്റെ പൊന്നേ, ഇത് പണി പാളുന്നു. ഇത് കിളി പറക്കുന്ന ഐറ്റമാണല്ലോ ദൈവമേ. എവിടെ ചെന്ന് അവസാനിക്കും ഇതെല്ലാം കൂടെ? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എന്റെ മക്കളെ, പെണ്ണെ മോളെ, നിനക്ക് 18 തികഞ്ഞ ഉള്ളത് പറഞ്ഞ്. ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മഹാകുംഭമേള നടക്കുന്നത് ജാനുവരി സമയത്താണ്. ജാനുവരി ഫെബ്രുവരി ആ സമയത്താണ് മഹാകുംഭമേള 2025 നടക്കുന്നത്. ആ സമയത്താണ് ഈ പെണ്ണ് ഫേമസ് ആവുന്നത്. ഈ ഫേമസ് ആവുന്ന സമയത്ത് ഈ പെണ്ണിന് 16 വയസ്സേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഈ നാഷണൽ മീഡിയാസ് മൊത്തം റിപ്പോർട്ട് ചെയ്തതാണ് 16 വയസ്സേ ഉള്ളതെന്ന്. ഇവരിപ്പോ ഈ കൊടുത്ത ഡോക്യുമെന്റ്സ് ശരിയാണെങ്കിൽ പെണ്ണിന് ആ സമയത്ത് 17 വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളും ആയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അന്നത്തെ മീഡിയാസ് 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ ഒരു കേക്ക് മുറിക്കുന്ന വീഡിയോ, അത് ജാനുവരി 21 ഇട്ടതാണ്. ഇപ്പൊ ഈ ക്ലെയിം ചെയ്യുന്ന ആളുകൾ പറയുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജാനുവരി 21, 2009 ആണെന്നാണ്. ഇവർക്ക് 17 വയസ്സ് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഡോക്യുമെന്റ്സ് വ്യാജമാണോ എന്നുള്ള കാര്യം ആദ്യം പരിശോധിക്കണം. ഇവരുടെ നാട്ടിൽ ചിലപ്പോൾ ഈ 17ാമത്തെ വയസ്സിലെ കല്യാണം നടത്തുന്നത് വലിയ പുത്തരി ആയിരിക്കത്തില്ല. പക്ഷേ ഇത് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പണിവാളും. മാത്രമല്ല ഇതൊരു പാർട്ടിയൊക്കെ ഇടപെട്ട കാര്യങ്ങളാണ്. പോരാത്തതിന് ഇലക്ഷൻ സമയവും. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ അഭിഹിതം കഴിഞ്ഞിട്ട് മന്ത്രിമാരുടെ കല്യാണവും കൂടെ ആകുമ്പോഴത്തേക്ക് സെറ്റ് പൊളിക്കും. ഈ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇവർ നമ്മളെ കാണിച്ചേക്കുന്ന ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം. അത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് അറിയണം എന്നുള്ളതാണ്. വ്യാജമാണെങ്കിൽ പണി എന്റെ പൊന്നെ ശിവൻകുട്ടി എണ്ണ തീർന്ന്. പോക്സോ ആണ് പോക്സോ. മന്ത്രിമാര് ചേർന്ന് പോക്സോ 17 വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുത്തു. കേരളത്തിൽ മന്ത്രിമാര് ചേർന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദു ടൈംസിലും എല്ലാ കടച്ചാതി നാഷണൽ മീഡിയാസ് മൊത്തം ആഘോഷിക്കുക. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നാണം കിട്ട് നാറും. ഇത്രയും ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയെ എതിർത്ത നമുക്ക് ഇതിനേക്കാളും വലിയൊരു അടി കിട്ടാനില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. മറ്റേ അണ്ണൻ പറയുന്നത്, ഒരു മണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി
ഇനിയും ഇത് വ്യാപകമാവുകയാണ്. ഉത്തരേന്ത്യയിൽ വിവാഹം നടത്താൻ സമ്മതിക്കില്ല. കാരണം അവിടെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള വിവാഹങ്ങൾക്ക് മാത്രമേ പ്രാബല്യമുള്ളൂ. ഇതുപോലെ തന്നെ തോന്നിവാസമായ രീതിയിൽ നിയമലംഘനം, അതുപോലെ തന്നെ ഇന്ന് ശിവൻകുട്ടി കാണിച്ച എന്താണ്, ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് സാധാരണക്കാരായ ഒരു വ്യക്തിയും ചെരുപ്പിട്ട് കയറില്ല. ശിവൻകുട്ടി ചെരുപ്പിടാത്ത കയറി മാത്രം എണ്ണം കണ്ടോളാം. എനിക്കത് മനസ്സിലാവാത്ത. അവിടെയുള്ള എല്ലാവരും ചെരുപ്പിടുകൊണ്ട് തന്നെയാണ് അതിന്റെ അകത്തോട്ട് കയറിയത്. മീഡിയാസ് ഒക്കെ എന്ത് ഷൂ ഒക്കെ ഊരിയിട്ട് ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് അകത്തോട്ട് കയറിയെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ അമ്പലത്തിന് അകത്ത് കിടന്ന് കാണിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇന്ന് അമ്പലത്തിനകത്ത് നടന്നത്. ഇന്ന് അതൊന്നും ആരും നോക്കിയിട്ടില്ല. ഇവരുടെ ഈ ഒരു കല്യാണമായിരുന്നു ഇന്നത്തെ സെൻസേഷൻ. എല്ലാ മീഡിയാസും അതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്താ പറയാ, ദൈവത്തിന്റെ ഫ്രണ്ട് വരെ എനിക്ക് തോന്നുന്നു പലരും ചെരുപ്പിട്ടുകൊണ്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യമൊന്നും അണ്ണ എടുത്ത് പറയാൻ നിൽക്കൊന്നും വേണ്ട. വീഡിയോ അടപ്പുണ്ടല്ലോ, കേസ് എടുക്കുവാണെങ്കിൽ അവിടെ വന്ന എല്ലാ എണ്ണത്തിന്റെയും പേര് കേസ് എടുക്കണം. ലംഘനമാണ് 100% ആചാര ലംഘനവും 100% നിയമവിരുദ്ധവുമായിട്ടുള്ള ഒരു വിവാഹം. അത് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും പോക്സോ ഒഫൻസ് അനുസരിച്ചുകൊണ്ടും ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യണം. മറ്റൊരു വസ്തുത, ചിലപ്പോൾ പോലീസിൽ ഹാജരാക്കിയിരിക്കുന്ന ഈ ആധാർ കാർഡ് വ്യാജമാണ്. ഒരു വ്യാജമായി രേഖകൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും. രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പറഞ്ഞു വരുന്നത് നമ്മുടെ ശിവൻകുട്ടി അണ്ണനും റഹീം എല്ലാരും കൂടെ അവർക്ക് വ്യാജമായിട്ടുള്ള ഒരു ആധാർ കാർഡ് സൃഷ്ടിച്ചു കൊടുത്ത് ഇവരെ കൊണ്ടും കല്യാണം കഴിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ അണ്ണന്മാർക്കൊന്നും ഇല്ല. അത്രയ്ക്കുള്ള പരിപാടി ഒന്നും ചെയ്യത്തൊന്നുമില്ല. അത് വേറെ കാര്യം. നിങ്ങൾ പറഞ്ഞ് വേറെ വഴിക്കോട്ടൊന്നും പോകാതെ നമ്മൾ കണ്ടതാണ്. എത്രയോ വ്യാജ ആധാർ കാർഡുകൾ അച്ചടിച്ചത് അതേപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. കൃത്യമായി ജനുവരി 1 തീയതി വെച്ചുകൊണ്ടുള്ള ഒരു വ്യാജ ആധാർ കാർഡ് തയ്യാറാക്കി പോലീസിനെ പോലും പറ്റിച്ചിരിക്കുകയാണ്. ഈ കുട്ടിയുടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്തി കൃത്യമായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇവര് 3 പേരും ക്ഷേത്ര ഭാരവാഹികളും ഈ കേസിനകത്ത് പ്രതിയാകും. മറ്റൊരു വസ്തുത, ആ പറഞ്ഞ കാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഈ പെണ്ണിന്റെ ഏജ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഈ പോലീസിനെ അടക്കം കാണിച്ചേക്കുന്ന ഈ രേഖ വ്യാജമാണോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. വ്യാജമാണെങ്കിൽ ഈ പറയുന്ന ലവനെതിരെ ആദ്യം ബോക്സ് എടുക്കേണ്ടത് ആ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി വന്ന അവന്റെ എതിരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിമാരും പൂജാരികളും നാട്ടുകാരും വരുത്തുള്ളൂ. വസ്തുത, കേരള സർക്കാർ അടുത്ത കാലത്ത് നേറ്റിവിറ്റി കാർഡുകൾ ഇറക്കാൻ തീരുമാനിച്ചതും ഇത്തരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും വിളനിലമാക്കിക്കൊണ്ട്, എല്ലാ നിയമലംഘന കാര്യങ്ങളുടെയും വിളനിലമാക്കിക്കൊണ്ട് കേരളത്തിലെ മാറ്റാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് നേറ്റിവിറ്റി കാർഡുകൾ വരാൻ പോകുന്നതും. അതുകൊണ്ട് 100% ഇവർക്കെതിരെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും പോക്സോ അനുസരിച്ചും കൃത്യമായിട്ട് പറയാണ്, പോക്സോ ഒഫൻസ് അനുസരിച്ചും മന്ത്രിക്കും എംപിക്കും MLAക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഹാജരാക്കിയിരിക്കുന്ന ആധാർ കാർഡ് 100% വ്യാജമായിട്ട് കേരളത്തിലെ CPMന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയതാണ് എന്നുള്ളത് ഉറപ്പാണ്. CPMകാർക്ക് ഇപ്പൊ ചെറിയൊരു ആശ്വാസം കിട്ടി കാണുമല്ലോ. അണ്ണൻ എന്തായാലും ഒരു വശം ചീറ്റിയില്ല ഇതിനകത്ത്. ആ ചെറുക്കന്റെ മതം എന്തായാലും ഒരിടത്ത് പറഞ്ഞില്ല, ചെരുപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ചീറ്റിയായിരുന്നെങ്കിൽ ഈ സംഭവം മൊത്തം മാറും. മനസ്സിലായ? ഇത് മൊത്തം ഉൾട്ടടിക്കും അണ്ണന്. അതുകൊണ്ട് ആ ഒരു കാര്യം ചീറ്റിയില്ല. ചെരുപ്പിന്റെ കാര്യം ഈ പറയുന്ന വ്യാജ സാധനം ഇവരുണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവരിത് വ്യാജമായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഇവര് മറ്റേ ഈ ഒരു അവസരം കിട്ടിയ സമയത്ത് 4 പേര് അറിയാൻ വേണ്ടിയിട്ട്, ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. അത് ഈ മണ്ടന്മാരെ ഇതൊരു പരിപാടിയാണ്. കൂടുതൽ അന്വേഷിക്കാൻ നിന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, പോലീസുകാരിനകത്ത് ഇടപെട്ടതാണ്. പോലീസുകാർ ഈ പെണ്ണിന്റെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്തതാണ്, അച്ഛനെ കോൺടാക്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവരെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. കാര്യം ഈ പെണ്ണ് പ്രായപൂർത്തിയായതാണ്. പോലീസുകാർ എന്താണെങ്കിലും ഈ പറയുന്ന വീട്ടുകാർ സംസാരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് പ്രായപൂർത്തിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം വീട്ടുകാർ പറയുമല്ലോ. ആ ഒരു കാര്യം പോലീസുകാരെടുത്ത് അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കല്യാണവും നടക്കത്തില്ല. ഈ പെണ്ണിനെ തിരിച്ച് അങ്ങോട്ട് അയക്കുകയും ചെയ്തേനെ. സോ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പോലീസിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് ഒന്നും വെരിഫൈ ചെയ്യുന്ന കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. സോ ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഈ പെണ്ണ് തന്നെ ഈ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പയ്യനുമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. താണ്ട ഈ വീഡിയോ. सर कैसा लगा? कोची में आ गया, मजा आ गया, हमें बहुत अच्छी टीम मिली है कोची के. ഇവര് ആദ്യമായിട്ടല്ല കേരളത്തിൽ വരുന്നത്. വേറെന്തോ കാര്യത്തിന് ഒക്ടോബർ എടുത്ത വീഡിയോ ആണത്. 2025 ഒക്ടോബർ സമയത്തും ഇവർ ഈ പയ്യൻ ഈ പെണ്ണുമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് അന്നേരം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, എന്തോ വീഡിയോ എന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. पूरी टीम, दिलीप मैडम, फरहान भाई, जोश सर, हमारे डायरेक्टर सर बीनू सर, और हम लोग बहुत धमाल करने वाले हैं. मोनालिसा कैसा लगा? मुझे भी बहुत अच्छा लगा. मैम आपको कैसा लगा मोनालिसा से मिलकर? ये सब हम इकट्ठे से हम ये फिल्म सक्सेस करेंगे सर. ഒന്നാമത്തെ കാര്യം, ഈ പെങ്കൊച്ചിന് ഒന്നും അറിയത്തില്ല. ഈ പെണ്ണിന് ബേസിക് ആയിട്ടുള്ള പഠിപ്പും കാര്യങ്ങളും ഒന്നുമില്ല.
ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഹിന്ദി ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പെണ്ണിന് അറിയത്തുള്ളൂ. ഇംഗ്ലീഷിൽ ഒരു വാക്ക് ABCD പോലും ആ പെണ്ണിന് അറിയത്തില്ല. ഇതിനു മുമ്പ് തന്നെ ഈ പെൺകുട്ടിയെ ഒരു ഡയറക്ടർ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ പെണ്ണിന് ബേസിക് ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഈ വീഡിയോ നിങ്ങളത് കണ്ടു നോക്ക്. Happy? How do you feel now after the marriage? आपको कैसा फील? अभी कैसा लग रहा है? शादी हो गया? अच्छा लग रहा है. क्या बोल रहा है? अच्छा है. ഹൗ ഡു യു ഫീൽ നൗ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് അറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ജീവിതം തന്നെ വലിയൊരു ഫെയറി ടൈലാണ്. മാലവിക്കാൻ വന്ന പെണ്ണ് ഒരു ഫോട്ടോ കാരണം നാഷണൽ ലെവല് ഫേമസ് ആവുന്നു. അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വരുന്നതാണ്. ഓൾമോസ്റ്റ് 1 മില്യൺ അടുത്ത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ പെണ്ണിൻ്റെത്. നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്നത് പോലുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നും ഇവർക്കൊന്നും ഇവരുടെ പേരൻസ് ഒന്നും കൊടുക്കത്തൊന്നുമില്ല. ഒരു 17-18 കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചിടുക, അല്ലെങ്കിൽ ഇവരെവിടാണോ കച്ചവടത്തിന് പോകുന്നത് അവിടെ കൊണ്ടുപോവുക, ഇല്ല മാലയെ കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുക. ഇതൊക്കെയാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഈ പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത്. ആ പയ്യൻ പറയുന്നു 6 മാസമായിട്ട് ഇവർ പ്രണയത്തിലാണ് എന്നാണ്. ഇവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഡോക്യുമെന്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ 18 വയസ്സും 2 മാസവും 12 ദിവസവും മാത്രമായിട്ടുള്ളൂ. 6 മാസം മുമ്പ് റിലേഷൻഷിപ്പ് ആകുന്ന സമയത്ത് ആ പെണ്ണിന് 17 വയസ്സാണ്. അതും പോക്സോ ആണ്. മനസ്സിലായത്? അപ്പൊ മൊത്തത്തിൽ ഒരു കൊനഷ്ടാണ് ഇതിനകത്ത് കാണുന്നത്. സോ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് എന്തെങ്കിലും അതിനകത്ത് ശരിയുണ്ടെങ്കിൽ മൂഞ്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശിവൻകുട്ടി എന്ന ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ദൈവത്തെ വിളിക്കുന്നത് നല്ലതാണ്. പുള്ളിക്കാണെങ്കിൽ പണ്ട് നിയമസഭയെ കിടന്ന് കാട്ടിക്കൂട്ടിയ പോലെ കാട്ടായം കാണിക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പോൾ ഇല്ല. നിൽക്കുന്ന ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടങ്ങേറാണ്. മാത്രമല്ല നിങ്ങൾക്കെതിരെ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടിയ നല്ല ഒന്നാന്തരം ഒരു ആയുധം കൂടിയാണിത്. അപ്പോൾ ഇത് തെളിയിക്കേണ്ടത് അവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ ആവശ്യമാണ്. എന്താണെങ്കിലും ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതൊരു വലിയ നാണക്കേടിലോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവര് നമ്മളെ കാണിച്ച ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണെന്ന് കരുതുക. 18 വയസ്സേ പെണ്ണിനുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു കല്യാണം നമുക്ക് ഒരു ഒഴിയാബാധ പോലെ നമ്മുടെ തലമണ്ടയ്ക്ക് മുകളിൽ തന്നെ വന്ന് നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് കേരളത്തിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്ഥലത്തോട്ട് തിരിച്ചു പോകും. ചെറുക്കൻ മുസ്ലിമാണ്, പെണ്ണ് ഹിന്ദുവാണ്. ഈ പെണ്ണിന്റെ വീട്ടിലോട്ട് ഇനി ഇവരെ കയറ്റുമെന്ന് അറിയില്ല. പിന്നീട് ഇവർക്ക് പോകാനുള്ള ആ കൂടിയ ഇടം ചെറുക്കന്റെ വീടാണ്. അവന് വീടുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് നോ ഐഡിയ. ഇനി അവന്റെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് ഈ പെണ്ണിനെ വല്ല മതം വല്ലതും മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാവുന്ന പുകിലൊന്നും ആയിരിക്കത്തില്ല. കേരള സ്റ്റോറി 3ഉം 4ഉം 5ഉം എല്ലാം വരും. അതും കേരള ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടി നടത്തിക്കൊടുത്ത കല്യാണം ഗവൺമെന്റ് തന്നെ ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ന്യൂസ് വരും. അതൊരു കൺസേൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറുക്കൻ ഇവന്റെ ബാക്ക്ഗ്രൗണ്ടോ ഇവൻ എങ്ങനെയുള്ളവനാണോ എന്താണോ എന്ന് നമുക്ക് നോ ഐഡിയ. ഈ പെണ്ണിന് അരിയും പിണ്ണാക്കും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. അവർക്ക് അതിനുള്ള വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് പോലും ആ പെണ്ണിനില്ലെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം കൊച്ചു പെണ്ണ അതിനൊന്നും അറിയില്ല, സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഈ 18 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ഈ മുട്ടത്തോടും തലയും വെച്ചോണ്ട് കല്യാണം കഴിച്ചിട്ട് എത്ര നാൾ അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടതാണ്. ഇവര് നാളെ ഇനി ഡിവോഴ്സ്ഡ് ആവുകയോ, അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഇവൻ ഇട്ടിട്ട് പോവുകയോ, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാലോ, എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഇതൊക്കെ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ന്യൂസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ന്യൂസിനകത്ത് കേരളം എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്തായാലും ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഒഴിയാബാധ പോലെ നമ്മളെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. ആദ്യം കേട്ടപ്പോൾ എനിക്കും വലിയ രസമായിട്ട് തോന്നി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് ചിന്തിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, നമ്മൾ വേണ്ടാത്ത വള്ളി പിടിച്ച് വെച്ച് തല്ലിയോടെ എന്നൊരു തോന്നൽ തോന്നിയത്. അതുകൊണ്ട് ഈ പെണ്ണിന് 18 ആണെങ്കിലും 18 അല്ലെങ്കിലും ഏത് രീതിയിലാണെങ്കിലും പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. തീക്കളിയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. മാത്രമല്ല ഇനിയും അവിടുന്ന് ആളുകൾ ഈ ഒരു അവസരം മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നോക്കിയും കണ്ടുമൊക്കെ ഡീൽ ചെയ്യുക. മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സൗഹാർദ്ദം കൂടെ കളയാതിരിക്കുക. നമുക്ക് ആദ്യം കാണുമ്പോൾ നല്ല രസമായിട്ടൊക്കെ തോന്നും. പിന്നീട് ഇതിന്റെ അകത്തോട്ട് ഉള്ളിലോട്ട് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായത്. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ദൈവത്തിനറിയാം എന്തിനായി തീരുവോ എന്തോ. അപ്പൊ ശരി, ബൈ.